ഇന്നത്തെ റെസിപ്പി അമൃതം പൊടിയും അവലും വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് അമൃതം പൊടി തന്നെയാണ്. ഞാനിവിടെ 3/4 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ അമൃതം പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് റോസ്റ്റായി കിട്ടില്ല, കരിഞ്ഞു പോകത്തേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ അമൃതം പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് അവലാണ്. ഞാൻ 1 കപ്പ് വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ള അവൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, മട്ടയവലെടുത്താലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അവലും നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് കിട്ടും. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഇത് നന്നായിട്ട് റോസ്റ്റായോ എന്നറിയാനായിട്ട് ഈ അവൽ കയ്യിലെടുത്തിട്ട് എങ്ങനെയൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു വരും. ഇതും ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്സ് കുറച്ചധിക ദിവസം കേടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഒട്ടും സമയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ ചിരകിയതില്ലേ, അത് നേരിട്ട് ചേർത്തിട്ടും നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാം. 2-3 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂസും പീനട്ടും ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാം കൂടെ 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നട്ട്സൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവൊക്കെ ചേർക്കാം. നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ തേങ്ങയുടെ കളറൊക്കെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതും വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവലില്ലേ, ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും കുഴപ്പമില്ല. നല്ലോണം പൊടിഞ്ഞു പോകരുത്. ചെറിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഇതുപോലെ. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും നട്ട്സിൻ്റെയും ആ ഒരു മിക്സിലെ അതും കൂടെ ഈ അവലിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയില്ലേ, അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മുടെ ഈ ഒരു സ്നാക്സിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് പാനിയാക്കിയിട്ട് എടുക്കാം. നമ്മളിവിടെ ശർക്കരയൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഒറ്റനൂൽ പരുവമില്ലേ, വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി, ആ ഒരു പരുവത്തിൽ നിന്ന് നമുക്കിത് കിട്ടേണ്ട ആവശ്യമില്ല. ശർക്കരയൊക്കെ മെൽറ്റായി കഴിഞ്ഞ് 1-2 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നിറയെ പതയൊക്കെ വന്ന് തുടങ്ങും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ശർക്കര പാനിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് അരിച്ച ശേഷം ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു അവലിൻ്റെയും അമൃതം പൊടിയുടെയൊക്കെ ആ ഒരു മിക്സില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച ശർക്കരപ്പാനിയല്ലേ ഒഴിച്ചു കൊടുത്തത്. നമുക്കിതിപ്പോൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, നമ്മുടെ കൈയൊക്കെ പൊള്ളി പോകും. അതുകൊണ്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ കൈ വെച്ചിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ചൂടോടെ തന്നെ വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ അവലും അമൃതം പൊടിയൊക്കെ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉണ്ട.
നമ്മൾ ആ ശർക്കരപ്പാനിയൊക്കെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയിലൊന്നും എടുക്കാത്ത കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉണ്ട ഒരുപാട് ഹാർഡായിട്ടല്ല ഇരിക്കുക. കണ്ടോ, അതാ ഇതുപോലെയാണ് ഇതിരിക്കുക. കുട്ടികൾക്കൊക്കെ ഇത് എളുപ്പത്തിൽ കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്